ഹായ് ഗായ്സ്, എൻ്റെ ഈവനിങ് ടൈമുള്ള ചെറിയൊരു വിശേഷമായാലോ. ഇത് ഏത്തയ്ക്ക കറിയാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണിത്. തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, ഇത് മൂന്നും കൂടെ ഒന്ന് ആദ്യം മിക്സിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ. അങ്ങനെ നമ്മുടെ തേങ്ങ അരപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു സ്പൂൺ തൈരാണ്. തൈരും നമ്മുടെ അരപ്പും ഏത്തയ്ക്കയിലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഈ ഏത്തയ്ക്ക തയ്യാറാക്കി വെച്ചിട്ട് ഏകദേശം 3 ദിവസം കഴിഞ്ഞു കേട്ടോ. പകുതി കുക്കാക്കി വെച്ചിട്ട് ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തേങ്ങ കേടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക കറി ഇവിടെ റെഡിയായി. ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട്. ഇന്നലെയാണ് തേങ്ങ മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അതൊന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തു. ഇനി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കണം, എഗ് ഓംപ്ലേറ്റ് ഉണ്ടാക്കണം, അൻസുമോളെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം, എനിക്ക് കുളിക്കണം, ഇച്ചായൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ സമയമായി. ഏറ്റവും വലിയ പണിയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുക്ക് ചെയ്ത പാത്രങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ സിങ്കിൽ. ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതാണ് ഭാരിച്ച പണിയാണ്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ ഞാൻ മെഴുക്ക് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ടൊന്നും മെഴുക്ക് പുരട്ടുന്നില്ല, ഒരു ഷാലോ ഫ്രൈ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നൈറ്റ് ഫുഡ്.